ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യൂ. റോഡ് നിയമങ്ങൾ പാലിക്കൂ. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗിൽ നിങ്ങൾ ഒരുപാട് പേര് തുടക്കക്കാർ ഫേസ് ചെയ്യുന്ന ഡ്രൈവിംഗിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഗിയർ അറിയാതെ ന്യൂട്രലിലേക്ക് വീഴും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗിയറിലേക്ക് വീഴും. ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം നമ്മൾ തുടക്കത്തിൽ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുന്നോട്ടുള്ള ഡ്രൈവിംഗ് പഠനത്തെയും നമ്മളുടെ ഡ്രൈവിങ്ങിനെയും നല്ല രീതിയിൽ ബാധിക്കാനായിട്ടുള്ള ഒരു കാര്യമാണിത്. കാരണം ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ച് ടൈമിങ്ങിൽ പ്രോപ്പറായിട്ട് തെറ്റാതെ നമുക്ക് വാഹനം ഓടിക്കുന്നതിനിടയിൽ ചെയ്യാനായിട്ട് കഴിയണം. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട 1-2 ട്രിക്കുകൾ നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാറ്റം വരും. പ്രാക്ടീസ് മസ്റ്റായിട്ട് എടുക്കണം, എന്നാലേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കറക്റ്റാക്കി എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓളമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം. ഒറ്റയ്ക്ക് ദയവ് ചെയ്ത് വണ്ടി ഓടിച്ച് തുടങ്ങരുത്. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി ലേണേഴ്സ് എഴുതിയതിന് ശേഷം മാത്രമേ വാഹനം ഓടിച്ച് തുടങ്ങാനായിട്ട് പാടുള്ളൂ. പലർക്കും ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ഞാൻ പറയാം. അതായത് നിങ്ങൾക്കറിയാതെ ന്യൂട്രൽ വീഴുന്നു, അല്ലെങ്കിൽ ഗിയർ തെറ്റിപ്പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ധൃതിയാണ്. ഗിയർ ഇടുന്നതിൻ്റെ നിങ്ങളുടെ ധൃതി, അതായത് അടുത്തൊരു ഗിയറിലേക്ക് പെട്ടെന്ന് ഇട്ടില്ലെങ്കിൽ വണ്ടി ഓഫായി പോകുമോ എന്നുള്ളൊരു പേടി പല ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് ഗിയർ വലിച്ചിടുന്ന സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ ന്യൂട്രൽ പൊസിഷനിൽ വന്ന് കിടക്കും. അപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധൃതി നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിന് ആവശ്യമില്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ധൃതിയില്ലാതെ നമുക്ക് എങ്ങനെയാണ് ഒരു വാഹനത്തിൽ ഗിയർ ഇടേണ്ടത്, കറക്റ്റായിട്ട് ചേർത്ത് തെറ്റാതെ എങ്ങനെയാണ് ഇടേണ്ടത്, അതിന് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഇപ്പം ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ എൻ്റെ വണ്ടി കിടക്കുകയാണ്. ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഏറ്റവും മുകൾ ഭാഗത്താണ് ഫസ്റ്റ് ഗിയർ കിടക്കുന്നത്. സെക്കൻഡ് ഗിയർ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ഏറ്റവും അടിയിലാണ് സെക്കൻഡ് ഗിയർ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ന്യൂട്രലാണ്. അതായത് ഇപ്പം ഞാൻ നേരെ തൊട്ട് താഴോട്ടിട്ടാൽ ന്യൂട്രൽ പൊസിഷനിൽ വന്നു കണ്ടോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ന്യൂട്രൽ എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ടും ഉണ്ട്. അപ്പോൾ ന്യൂട്രൽ പൊസിഷനിൽ വന്നു. ന്യൂട്രൽ പൊസിഷനിൽ നിന്ന് അത് ഇങ്ങോട്ട് ചേർത്ത് പിടിച്ച് താഴോട്ട് ഇടുമ്പോഴാണ് സെക്കൻഡ് നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ കൈ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നല്ല രീതിയിൽ ഒന്ന് ബലം കൊടുക്കുക, ഈ ഒരു ഭാഗത്തേക്ക്. എന്നിട്ട് മനസ്സിൽ നിങ്ങൾ ഓരോ ഗിയർ ഇടുന്ന സമയത്ത്, ഇപ്പോൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്താണെങ്കിൽ ഫസ്റ്റ് ന്യൂട്രൽ കണ്ടോ, ഇപ്പോൾ ന്യൂട്രലിൽ വന്നു, എന്നിട്ട് സെക്കൻഡ് ഗിയർ ഒന്ന് ഓർത്തിടണം. അപ്പം നമ്മൾ ആ ന്യൂട്രൽ മനസ്സിൽ പറയുമ്പോൾ ന്യൂട്രലിൽ വന്നു, എന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് വന്നെന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. അപ്പം നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല. ഇനി നമുക്കിത് ധൃതിയില്ലാതെ എങ്ങനെ ഇടാമെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനു മുന്നേ ഈ തെറ്റാതിരിക്കാനായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളിൽ പല ആൾക്കാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ പറയാം. അതായത് സെക്കൻഡിൽ നിന്ന് തേർഡ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പലർക്കും ഫസ്റ്റ് ഗിയർ വീഴുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പം തുടക്കക്കാർ മനസ്സിലാക്കേണ്ടത്, സെക്കൻഡിൽ നിന്ന് നമുക്ക് തേർഡ് ഇടുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ തുടക്കക്കാർക്ക് വീഴുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, നിങ്ങൾ ഇങ്ങനെ ഗിയർ ഇടും. അതായത് ഇപ്പോൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ അങ്ങ് ഇടും, അതായത് മേളിലേക്ക് ചേർത്തിടും. അപ്പോൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് നമ്മൾ ബലം കൊടുക്കുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗിയർ വീഴുന്നത് എപ്പോഴും ഫസ്റ്റ് ഗിയർ ആയിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ തേർഡ് ഗിയർ ഇടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഴുന്നത് ഫസ്റ്റ് ഗിയർ ആയിരിക്കും. അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാൻ സെക്കൻഡിൽ വന്നു, സെക്കൻഡിൽ നിന്ന് നമ്മൾ തേർഡിലേക്ക് ഇടുന്ന സമയത്ത് ന്യൂട്രൽ പൊസിഷൻ മനസ്സിൽ ചിന്തിക്കുകയും ഇങ്ങനെ കൈ പിടിക്കുന്ന രീതി ഈ രീതിയിലേക്ക് ചേഞ്ച് ആക്കുക. ഈ രീതിയിലേക്ക് ചേഞ്ച് ആക്കി കഴിഞ്ഞാലുള്ള ഗുണം, നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് പ്രഷർ കൊടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയർ ഒരിക്കലും വീഴത്തില്ല. കാരണം നമ്മുടെ കൈ ഇങ്ങനെ ഒരു മെത്തേഡിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് തേടി വിടും. അപ്പോൾ എന്ത് ചെയ്യണം, സെക്കൻഡിൽ നിന്ന് ജസ്റ്റ് മുകളിലേക്ക് ആക്കുക, ന്യൂട്രൽ പൊസിഷനിലേക്ക് വരും. കണ്ടോ, ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗിയർ ലിവർ എപ്പോഴും ന്യൂട്രലിൽ നടുക്കായിരിക്കും കിടക്കുന്നത്. ഈ ഭാഗത്തും വരില്ല, റൈറ്റിലും വരില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ തേടി വീഴും. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ബലം പോയി ഫസ്റ്റ് ഗിയറിലേക്ക് വീഴാതിരിക്കാനായിട്ട് കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അങ്ങ് ഇട്ടോ. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് തേർഡ് ഗിയറിലേക്ക് ഇടാൻ കഴിയും. ആ സമയത്തും സെക്കൻഡ് ന്യൂട്രൽ തേർഡെന്ന് ഓർത്ത് ഗിയർ ഇടുക. ഓക്കെ. ഇനി നിങ്ങളിൽ പല ആൾക്കാർക്കും സംഭവിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട്. ഈ തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് പലപ്പോഴും ചിലപ്പോൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ ഈ ഫോർത്ത് ഗിയറിലേക്ക് വീഴും, അല്ലെങ്കിൽ ന്യൂട്രൽ പൊസിഷനിൽ വീഴും. കാരണം തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ
ഇങ്ങനെ വരണം. അതായത് ഇവിടെയാണ് സെക്കൻഡ് കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തേർഡിൽ നിന്ന് സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് ന്യൂട്രലിലേക്ക് വീഴാതിരിക്കാനായിട്ടുള്ള ഏക മാർഗ്ഗം എന്ന് പറയുന്നത്, ഒന്ന്, നിങ്ങൾ കൈ ഈ രീതിയിൽ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് താഴോട്ടൊന്ന് വലിക്കുക. സെക്കൻഡ് ഇടുന്ന സമയത്ത് ജസ്റ്റ് താഴോട്ട് വലിക്കുക. അപ്പോൾ എന്ത് ചെയ്തു? ന്യൂട്രൽ വന്നു. അപ്പം തേർഡിൽ നിന്ന് ന്യൂട്രൽ ഓർത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് പ്രഷർ കൊടുക്കണം. ഇതുകൊണ്ട് ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് താഴോട്ട് ഇട്ടാൽ സെക്കൻഡ് ഗിയർ കറക്റ്റായിട്ട് ഇടാം. ഫോർത്ത് ഒരു കാരണവശാലും വീഴത്തില്ല. എന്നാൽ നിങ്ങൾ അതിന് പകരം ഇങ്ങനെ പിടിച്ചാണ് ഇടുന്നെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ പിടിക്കും, നേരെ താഴോട്ടിടും, ഫോർത്ത് വീഴും. ഈ ഒരു സൈഡിലേക്ക് പ്രഷർ കൊടുക്കത്തില്ല. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് പ്രഷർ ന്യൂട്രൽ വന്ന് കൊടുത്താലേ നമുക്ക് സെക്കൻഡ് വീഴത്തുള്ളൂ. അതിന് ഇങ്ങനെ കൈ പിടിക്കുക. ഇങ്ങനെ കൈ പിടിച്ച് ന്യൂട്രൽ വരുന്നു, ലെഫ്റ്റ് ചേർക്കുന്നു. ഓക്കെ, ന്യൂട്രൽ വരുന്നു, ഇങ്ങോട്ട് ഒരു ബലം കൊടുക്കുന്നു, താഴോട്ടിടുന്നു. അപ്പോൾ നമുക്ക് സെക്കൻഡ് കറക്റ്റായിട്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ തേർഡ് ഗിയറിലേക്ക് കൊടുക്കുന്നുണ്ടല്ലേ, തേർഡ് കൊടുത്തു. ഇനി ഫോർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട. ഫോർത്ത് ഗിയർ പല ആൾക്കാർക്കും കൃത്യമായിട്ട് തന്നെ ഇടാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫോർത്ത് എന്ന് പറയുന്നത് തൊട്ട് താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു സൈഡിലേക്കും ബലം കൊടുക്കാതെ വെറുതെ സിമ്പിളായിട്ട് ഇങ്ങനെ പിടിക്കുകയോ ചെയ്താലും കുഴപ്പമില്ല, ഇങ്ങനെ പിടിച്ചാലും പ്രശ്നമില്ല. ജസ്റ്റ് ബലം കൊടുക്കാതെ ക്ലച്ച് പിടിക്കുക, ഫോർത്ത് എടുക്കുക. അപ്പം നമ്മൾ ആ ന്യൂട്രൽ പൊസിഷനിൽ വന്നിട്ടാണ് ഫോർത്തിലേക്ക് വന്നത്. കണ്ടോ, ഫോർത്തിലേക്ക് വന്നു. ഇനി ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ കൈ പിടിക്കുക, ന്യൂട്രൽ വരിക, തേർഡിലേക്ക് ഇടുക. കറക്റ്റ് നമുക്ക് തെറ്റാതെ ഇടാനായിട്ട് കഴിയും. ഇനി നിങ്ങൾ ഫിഫ്ത്ത് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അഞ്ചാമത്തെ ഗിയർ ഇടുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഫോർത്തിലേക്ക് ഇട്ടു, അഞ്ചാമത്തെ ഗിയർ ഇടുമ്പോഴും നിങ്ങൾ കൈ ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പിടിക്കരുത്. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ബലം കൊടുത്തൊക്കെ ഇടുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഗിയർ ഷിഫ്റ്റിംഗ് ഈസി അല്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് കൈ ഇങ്ങനെ തന്നെ പിടിക്കുക. എന്നിട്ട് ന്യൂട്രൽ പൊസിഷനിലേക്ക് വരുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ലിവർ ചേർക്കുക, ഇങ്ങനെ കണ്ടോ. എന്നിട്ട് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫിഫ്ത്ത് ഇടാം. മനസ്സിലായല്ലോ? ഇനി റിവേഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഇട്ടാൽ മതി, നമുക്ക് റിവേഴ്സ് കറക്റ്റായിട്ട് ഇടാം. ഇനി നിങ്ങൾക്ക് ധൃതിയില്ലാതെ നമുക്ക് ലാഗ് വരാതെ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഗിയർ തെറ്റാതെ ഇടുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കാണുക. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതൊന്ന് കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കറക്റ്റായിട്ട് തെറ്റാതെ ഗിയർ ഇടാം. ശ്രദ്ധിച്ച് കാണുക. എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു. ഞാൻ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചു. നമ്മൾ എന്ത് ചെയ്യുന്നു? വാഹനം സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ആക്സിലറേഷൻ കൊടുത്ത് മാത്രമേ നിങ്ങൾ ഓരോ ഗിയറും ഇടാവുള്ളൂ. വണ്ടി ചെറുതായിട്ട് മൂവ് ആയെന്ന് കരുതി അടുത്ത ഗിയർ ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഓഫായി പോകും. അപ്പോൾ ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കിയാലുള്ള ഒരു ഗുണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഞാൻ വണ്ടി പതിയെ ഇങ്ങോട്ട് എടുക്കുകയാണ്. അതേ പുറകുന്ന മറ്റ് വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തി ഞാൻ വണ്ടി എടുത്തു. ഇവിടെ എടുത്താൽ ഉടൻ തന്നെ നിങ്ങൾ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ എടുത്താൽ ഉടൻ ഞാൻ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്താൽ ചിലപ്പം ധൃതിയാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പം ഗിയർ തെറ്റാൻ സാധ്യതയുണ്ട്. അതിനെന്ത് ചെയ്യണം? ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക. ഈ സമയത്ത് ഇടത്തേക്കാൽ ഇവിടെ വെച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക. എന്നിട്ട് ഇതുകൊണ്ട് പതിയെ സെക്കൻഡ് ഇട്ടിട്ട് ക്ലച്ച് നിന്ന് എടുക്കുക. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു നിരപ്പ് റോഡിൽ നിന്ന് ഞാൻ കയറ്റത്താണ് സെക്കൻഡ് കൊടുത്തത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇച്ചിരി ടൈം എടുത്താണ് ഞാൻ സെക്കൻഡ് കൊടുത്തത്. എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത സമയത്തും സെക്കൻഡ് ഗിയറിൽ ഈ കയറ്റം കയറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റാതെ ആ ഗിയർ എനിക്ക് ഇടാൻ കഴിഞ്ഞത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആയ സമയത്ത് ക്ലച്ച് എനിക്ക് ചവിട്ടി പിടിക്കാനായിട്ടുള്ളൊരു ടൈം കിട്ടി. ആ ചവിട്ടി പിടിച്ച ടൈമിൽ എന്ത് ചെയ്തു? വണ്ടി കുറച്ച് സമയം റണ്ണാകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് സാവധാനം ന്യൂട്രൽ മനസ്സിലാക്കി സെക്കൻഡ് ഗിയർ ചേർത്തിട്ട സമയത്ത് എന്ത് ചെയ്തു? നമുക്ക് തെറ്റാതെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ തേർഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇത് നമ്മൾ തേർഡ് സാധാരണ സ്ട്രെയിറ്റ് റോഡിലാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുക. ഇപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കുന്നു. ഈ സമയത്ത് ഇടത്തേക്കാലെടുത്ത് ക്ലച്ചേ വെക്കണം, ഇതുപോലെ. എന്നിട്ട് മൂവ് ആയാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ കുറച്ചല്ലോ, ഈ സമയത്ത് ഞാൻ ക്ലച്ച് പിടിച്ചേക്കാണ്. ഇപ്പം നിങ്ങൾ നോക്കി, എൻ്റെ വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ്. കണ്ടോ, റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്സിലറേഷൻ കൊടുത്തുകൊണ്ടാണ് വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പതിയെ തേർഡ് കൊടുത്തു. എന്നിട്ട് ക്ലച്ചേ നയിച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്തപ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ വാഹനം എനിക്ക് തേർഡ് ഗിയറിൽ ഇവിടെ പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കൈ പിടിക്കുന്ന രീതി ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലേക്ക് മാറ്റുകയും ഒപ്പം തന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് ചവിട്ടി പിടിക്കാനും അടുത്ത ഒരു ഗിയർ സാവധാനം നമുക്ക് ശ്രദ്ധിച്ചിടാനായിട്ടുള്ള ഒരു സമയം കിട്ടും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ തേർഡിൽ ഇങ്ങനെ വരുവാണ്, എനിക്ക് സെക്കൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കി, ഇവിടെ ഇറക്കം കൂടിയ റോഡാണ്. ഞാൻ ബ്രേക്കേ കാല് വെച്ചു, എന്നിട്ട് ക്ലച്ച് പിടിച്ചു, എന്നിട്ട് വലിച്ചുടനെ സെക്കൻഡ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. സെക്കൻഡ് കൊടുക്കാനായിട്ട് കൈ ഇങ്ങനെ പിടിച്ചു, ന്യൂട്രൽ പൊസിഷൻ
പൊസിഷനിലേക്ക് ആക്കുന്നു, ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ലിവർ ചേർക്കുന്നു, സെക്കൻഡ് ഇടുന്നു, എന്നിട്ട് ക്ലച്ച് ചെയ്യാൻ നയിക്കുന്നു. കണ്ടോ? അപ്പോൾ നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നത് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും. ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും ഗിയർ ലിവറിലേക്ക് നോക്കരുത്. നോക്കിക്കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി വേറെ വഴിക്ക് പോകും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് എടുക്കുമ്പോൾ ഒരു സ്കൂളിൻ്റെ സഹായത്തോടു കൂടി, ഒറ്റയ്ക്ക് എടുക്കാനായിട്ട് പാടില്ല, സ്കൂളിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഇത് എടുക്കാവുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ സെക്കൻഡ് വന്നു. ഇനി വീണ്ടും ഞാൻ നിങ്ങളെ തേർഡ് ഇടാം. കാണിച്ചു തരാം. ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹമ്പും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഉടനെ തേർഡ് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു സ്ട്രെയിറ്റ് റോഡ് ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഉണ്ട്. അവിടെ ഞാൻ നിങ്ങളെ തേർഡും ഫോർത്തും കൂടി ഇട്ട് കാണിക്കാം. അപ്പം നിങ്ങൾക്കത് കറക്റ്റായിട്ട് പിടികിട്ടും. എന്നിട്ട് ഈ രീതിയിൽ പ്രാക്ടീസ് എടുക്കുക. ഇപ്പം ഞാൻ സെക്കൻഡിൽ വരുന്നു, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ഇവിടെ ഞാൻ തിരിയാണ്. എന്നിട്ട് നിങ്ങൾ നോക്കിക്കുകയും ഞാൻ തേർഡ് കൊടുക്കാനായിട്ട് പോകുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഫസ്റ്റ് ഞാൻ ആക്സലറേഷൻ കൊടുക്കുന്നു. ഈ സമയത്ത് ഇടത്തേക്കാലെടുത്ത് ക്ലച്ച് വെക്കുന്നു. എന്തിനാണ്? നമുക്ക് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടണം, തപ്പി പിടിക്കാതിരിക്കാനായിട്ട് ഇടത്തേക്കാലെടുത്ത് ക്ലച്ച് വെച്ചു. ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി, ആക്സലറേഷൻ കുറച്ചു, ക്ലച്ച് ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂട്രൽ കണ്ടുപിടിച്ചു, തേർഡ് ഇട്ടു, ക്ലച്ച് നിർത്തും, എന്നിട്ട് ആക്സലറേഷൻ കൊടുത്തു. കണ്ടോ? അപ്പം ന്യൂട്രൽ മനസ്സിൽ പറഞ്ഞു, തേർഡ് ഇട്ടു, ക്ലച്ച് നയിച്ച് ആക്സലറേഷൻ കൊടുത്തു. ഇനി ഞാൻ ഫോർത്ത് കൊടുത്ത് കാണിക്കാം. ഓക്കെ, ഇനി നമ്മളിവിടെ ചെറിയൊരു കയറ്റം തേർഡിൽ കയറി വരുവാണ്. നല്ല നിരപ്പായിട്ടുള്ള റോഡ് വരാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് സാവധാനം ഫോർത്ത് കൊടുക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഞാൻ ചെറിയൊരു മൂവ്മെൻറ്റ്സ് ആക്കുകയാണ്. ഓക്കെ, ഇടത്തെ കാലെടുത്ത് ക്ലച്ച് വെച്ചു, എന്നിട്ട് ആക്സലറേഷൻ കുറച്ചു, ക്ലച്ച് ഞാൻ ചവിട്ടി പിടിച്ചു. നിങ്ങൾ നോക്കി വണ്ടി ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ പതിയെ ഇങ്ങനെ കൈ പിടിക്കുന്നു, ന്യൂട്രൽ വരുന്നു, തൊട്ട് താഴോട്ടിട്ടു, ഫോർത്ത് ഇട്ടു, എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്തു, ആക്സലറേഷൻ കൊടുത്തു. കണ്ടോ? അപ്പോൾ ആക്സലറേഷൻ കൊടുത്ത് മൂവ് ആക്കുന്നതിൻ്റെ ആ ഒരു ഗുണം നിങ്ങൾക്ക് മനസ്സിലായോ? ധൃതിക്ക് ഗിയർ ഇടണ്ട, ശ്രദ്ധിച്ച് നമുക്ക് ഗിയർ ഇടാനായിട്ട് കഴിയും. ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർത്ത് വരുവാണ്, ഇവിടെ ഒരു വളവാണ്. അപ്പോൾ നമ്മൾ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുന്നു. നിങ്ങൾ നോക്കുക, ബ്രേക്ക് കാലെടുത്ത് ഞാൻ വെച്ചു. എന്നിട്ട് നമുക്കിവിടെ മുന്നിലേക്ക് വണ്ടി സ്ലോ ചെയ്തു പോകണം. അപ്പോൾ എന്ത് ചെയ്തു? ഞാൻ പതിയെ ക്ലച്ചിലും കാലെടുത്ത് വെച്ചു, എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു. ന്യൂട്രൽ പൊസിഷനിൽ വന്നു, നേരെ മേളിലേക്ക് ഇട്ടു, തേർഡ് ഇട്ടു, മനസ്സിലായോ? എന്നിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ വരുവാണ്. വീണ്ടും ഇവിടെ ഒരു കയറ്റം കണ്ടു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? നേരത്തെ ക്ലച്ച് ചവിട്ടുന്നു, അതായത് അഡ്വാൻസ് ചെയ്യുവാണേ. എന്നിട്ട് എന്ത് ചെയ്തു? വണ്ടി ഉരുണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ന്യൂട്രാക്കി ക്ലച്ച് പിടിച്ച് ചവിട്ടി പിടിച്ച് സെക്കൻഡ് കൊടുത്തു, ക്ലച്ച് നയിച്ചു. കണ്ടോ? അപ്പം ഞാനിവിടെ വലിച്ച് തെറുതിക്കാണ് ഇട്ടത് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് അല്ല, ഒരിക്കലും അല്ല. ഇനി ഇവിടെ ഒരു കയറ്റമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? കുറച്ച് നേരത്തെ ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിക്കുന്നു, ന്യൂട്രൽ പൊസിഷനിൽ വന്നു, ഫസ്റ്റ് കൊടുത്തു, ക്ലച്ച് നയിച്ചു, പതിയെ ആക്സലറേഷൻ കൊടുത്തു. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക. മുന്നോട്ടിടുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഇത്തിരി ആക്സലറേഷൻ കൊടുത്തിട്ട് ഗിയർ ഇടുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് ധൃതിക്ക് ഗിയർ ഇടാതെ, തെറ്റാതെ നിങ്ങൾക്ക് ഗിയർ ഇടാനായിട്ട് കഴിയും. അപ്പം ഓർക്കേണ്ട കാര്യം, ഒന്ന് ന്യൂട്രൽ എന്ന് പറയുന്ന പൊസിഷനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഓരോ ഗിയറും ഇടുക. രണ്ട്, ധൃതി പിടിക്കാതിരിക്കുക ഗിയർ ഇടുന്നതിന്. അതിന് മുന്നോട്ട് ഓരോ ഗിയർ ഇടുമ്പോൾ ആക്സലറേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ ഗിയറും ഇടുക. ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അഡ്വാൻസ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക. ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഗിയർ ലിവറിലേക്ക് നോക്കിക്കൊണ്ട് ഗിയർ ഇട്ട് നമ്മൾ വണ്ടി ഓടിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ഓടിക്കരുത്. ഒരു സ്കൂളിൻ്റെ, ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ എടുക്കാനായിട്ട് പാടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.